വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. നമ്മൾ ഷിപ്പ് റോക്കറ്റ് സെയിലർ എന്ന് പറയുന്ന കഥ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല രസകരമായൊരു കഥയാണ്. അതിൻ്റെ അടുത്ത ഭാഗമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. If I had to decide, I would not have known which of my mates to go after first. But when I saw Herrera, the happy young man from Arjona, who had been with me only a few moments before, I began to paddle furiously. But the life raft was almost 2 meters long. It was very heavy in that lurching sea, and I had to row against the wind. I don't think I managed to advance more than 1 meter. Desperate, I looked around once more and saw that Herrera has disappeared. Okay, നോക്കാം. If I had to decide, എനിക്ക് തീരുമാനിക്കേണ്ടതുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് തീരുമാനിക്കേണ്ടതുണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും തീരുമാനിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ, I would not have known, എനിക്കറിയാമായിരുന്നില്ല, എനിക്കറിയാമായിരുന്നില്ല, which of my mates, എൻ്റെ മേറ്റ്സുകളിൽ, എൻ്റെ കൂട്ടുകാരിൽ ഏതാണ് to go after first, ആദ്യത്തെ ഇതിന് ശേഷം ഏത് കൂട്ടുകാരൻ്റെ അടുക്കലേക്കാണ് ഞാൻ ആദ്യം പോകേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് അറിയാമായിരുന്നില്ല. പക്ഷേ when I saw Herrera, ഞാൻ ഹെറേറയെ കണ്ടപ്പോൾ, ഞാൻ ഹെറേറയെ കണ്ടപ്പോൾ, ഹെറേറ ആരാണ്? ദ ഹാപ്പി യങ് മാൻ ഫ്രം അർജോന എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വന്ന വളരെ സന്തോഷവാനായ ചെറുപ്പക്കാരനായ മനുഷ്യനാണ്. ദ ഹാപ്പി യങ് മാൻ ഫ്രം അർജോന, അതാണ് ഹെറേറ. ആ ഹെറേറയെ when I saw Herrera, ആ ഹെറേറയെ ഞാൻ കണ്ടപ്പോൾ, who had been with me, മാത്രവുമല്ല ആ ഹെറേറ who had been with me, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, only a few moments before, വളരെ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹെറേറയെ ഞാൻ കണ്ടപ്പോൾ, I began to paddle furiously. ഞാൻ തുടങ്ങി to paddle എന്ന് പറഞ്ഞാൽ തുഴയാൻ, ഞാൻ തുഴയാൻ തുടങ്ങി furiously, ഭയങ്കരമായ വേഗത്തിൽ, ഭയങ്കരമായ ആഗ്രഹത്തോടെ ഞാൻ തുഴയാൻ തുടങ്ങി. പക്ഷേ the life raft was almost 2 meters long. പക്ഷേ the life raft, ആ നമ്മൾ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സേവിങ് ബോട്ട്, the life raft was almost 2 meters long. അത് ഏകദേശം 2 മീറ്റർ അകലെയാണ്. 2 മീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ തോനെയൊന്നും ഇല്ലല്ലോ. നമ്മൾ ഈ കൈ ഇങ്ങനെ പിടിച്ചാൽ 1 മീറ്ററായി, അതിനുശേഷമുള്ള 2 മീറ്ററാവും. അപ്പോൾ 2 മീറ്റർ അകലെയാണ് ഹെറേറ നിൽക്കുന്നത്. It was very heavy in the lurching sea. പക്ഷേ it was very heavy. അത് ഭയങ്കര ഭാരമുള്ളതാണ്. In that lurching sea, ആ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന കടലിൽ അത് ഭയങ്കര ഭാരമുള്ളതാണ്. And I had to row against the wind. Row means തുഴയാം. And I had to row, എനിക്ക് തുഴയേണ്ടതുണ്ട്, against the wind, കാറ്റിനെതിരെ എനിക്ക് തുഴയണം, എന്നാലേ പറ്റുള്ളൂ. I don't think I managed to advance more than a meter. ഞാൻ ചിന്തിക്കുന്നില്ല. I managed to advance more than a meter. 1 മീറ്ററിനേക്കാളും കൂടുതൽ അത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. Desperate, വളരെ നിരാശവാനായി. I looked around once more. ഒരിക്കൽ കൂടി ഞാൻ ചുറ്റുഭാഗത്തേക്ക് നോക്കി. I looked around once more and saw that, എനിക്ക് മനസ്സിലായി, Herrera had disappeared. ഹെറേറ അവിടെ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. ഹെറേറയെ കാണാനില്ല എന്ന കാര്യം ഞാൻ വളരെ വിഷമത്തോടെ മനസ്സിലാക്കി. അപ്പോൾ ഹെറേറ പോയി. Only Rengifo was swimming confidently. Only Rengifo എന്ന് പറഞ്ഞാൽ വേറൊരാളാണ്. അപ്പോൾ ഹെറേറനെ കാണാനില്ല.
കൂടെ ഉണ്ടായിരുന്ന ഒരു ഹെറേറെ നഷ്ടപ്പെട്ടു പോയി. ഓൺലി റഞ്ജിഫോ വാസ് സ്വിമ്മിങ് കോൺഫിഡൻ്റ്ലി. റഞ്ജിഫോയാണ് ഇപ്പോൾ വളരെ കോൺഫിഡൻ്റായി ഇങ്ങനെ നീന്തി പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടേക്ക്? ടുവേർഡ്സ് ദി റാഫ്റ്റ്, ടുവേർഡ്സ് ദി ലൈഫ് ബോട്ട്. ലൈഫ് ബോട്ടിൻ്റെ നേരെ ഇപ്പോൾ നീന്തിക്കൊണ്ടിരിക്കുന്നത് റഞ്ജിഫോയാണ്. ഐ വാസ് ഷുവർ ഹി വുഡ് മേക്ക് ഇറ്റ്. ഐ വാസ് ഷുവർ, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഹി വുഡ് മേക്ക് ഇറ്റ്, അവൻ ആ ലൈഫ് ബോട്ട് പിടിക്കും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഐ വാസ് ഷുവർ ഹി വുഡ് മേക്ക് ഇറ്റ്. ഐ ഹാഡ് ഹിയർഡ് ഹിം സ്നോറിംഗ് ബിലോ മൈ ബങ്ക് ആൻഡ് ഐ വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഹിസ് സെറനിറ്റി വാസ് സ്ട്രോങ്ങർ ദാൻ ദ സീ. ഐ ഹാഡ് ഹിയർഡ് ഹിം, ഞാൻ അവനെ കേട്ടിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഹിയർഡ് ഹിം സ്നോറിംഗ്, ഇങ്ങനെ തുമ്മുന്നതായിട്ട്, അവനിങ്ങനെ ഒരു കൂർക്കം വലിക്കുന്നതായിട്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ബിലോ മൈ ബങ്ക്, ബിലോ മൈ ബങ്ക്, ഞാൻ കിടക്കുന്ന ആ ബോട്ടിൻ്റെ അടിഭാഗത്തിന് കീഴെ അവനിരുന്ന് കൂർക്കം വലിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതെപ്പോഴാണ്? നേരത്തെ ഉണ്ടായിരുന്നൊരു സംഗതിയാണ്, ഇപ്പോഴല്ല. ആൻഡ് ഐ വാസ് കൺവിൻസ്ഡ്, ഐ ആം വെരി ഷുവർ, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഐ വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഹിസ് സെറനിറ്റി വാസ് സ്ട്രോങ്ങർ ദാൻ സീ. അവൻ്റെ മനസ്സ്, അവൻ്റെ കരളുറപ്പ് കടലിനേക്കാളും സ്ട്രോങ്ങറാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് റഞ്ജിഫോ എന്തായിരുന്നാലും ആ ലൈഫ് ബോട്ടിൻ്റെ നേരെ വന്നടുക്കും എന്ന കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഇൻ കോൺട്രാസ്റ്റ്, Carabello was struggling with Castillo so that Castillo would not let go of his neck. They were less than 3 meters away. I figured that if they got just a little closer, I could hold out an oar for them to grab. But at that moment, a gigantic wave lifted the raft, and from the top of huge crest, I could see the mast of the small ship heading away from me. When I came down again, Carabello had vanished with Castillo hanging on to his neck. Along 2 meters away, Rangifo was still swimming calmly towards the raft. എന്താ പറഞ്ഞു നോക്കാം. ഇൻ കോൺട്രാസ്റ്റ്, അതേസമയം തന്നെ നേരെ വിപരീതമെന്നോണം. ഇൻ കോൺട്രാസ്റ്റ്, അതേസമയം Carabello was struggling with Castillo. Carabello was struggling. Carabello സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിത്ത് കാസ്റ്റിലോ, കാസ്റ്റിലോയുമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ദാറ്റ്, അതുകൊണ്ട് കാസ്റ്റിലോ വുഡ് നോട്ട് ലെറ്റ് ഗോ ഓഫ് ഹിസ് നെക്ക്. കാസ്റ്റിലോ വുഡ് നോട്ട് ലെറ്റ് ഗോ. കാസ്റ്റിലോ ഒരിക്കലും ആ കഴുത്തിൽ നിന്ന് പിടിവിട്ടിട്ടില്ല. ഓഫ് ഹിസ് നെക്ക്, തൻ്റെ കഴുത്തിൽ നിന്ന് പിടിവിട്ടിട്ടില്ല. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാസ്റ്റിലോ കരബെല്ലയുടെ കഴുത്തിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചു വന്നിരിക്കുകയാണ്, അവിടെ നിന്ന് പിടിവിട്ടിട്ടില്ല. They were less than 3 meters away. They were less than 3 meters away. അവരൊരു 3 മീറ്റർ അകലെ മാത്രമായിരുന്നു. They were less than 3 meters away. അവർ ഏകദേശം ഒരു 3 മീറ്റർ അകലെ മാത്രമാണ്. I figured, ഞാൻ മനസ്സിലാക്കിയത് എന്താണ്? If they got just a little closer, if they got, അവർ വരികയാണെങ്കിൽ, അവർ വരികയാണെങ്കിൽ ജസ്റ്റ് എ ലിറ്റിൽ ക്ലോസർ, ഒന്നുകൂടി ഒരു അടുത്തായിട്ട്, ജസ്റ്റ് ലിറ്റിൽ ക്ലോസർ, കുറച്ചുകൂടി അടുത്തായിട്ട് അവർ വരികയാണെങ്കിൽ എന്ന് ഞാൻ മനസ്സിലാക്കി. ഐ കുഡ് ഹോൾഡ് ഔട്ട്, എനിക്ക് പുറത്തെടുക്കാൻ കഴിയും. അങ്ങനെ അവർ കുറച്ചുകൂടി അടുത്തേക്ക് വരികയാണെങ്കിൽ ഐ കുഡ് ഹോൾഡ് ഔട്ട്, എനിക്ക് നീട്ടിക്കൊടുക്കാൻ കഴിയും. ആൻ ഓർ, ഒരു കയറ്, ഫോർ ദം, അവർക്ക് വേണ്ടി, ടു ഗ്രാബ്, പിടിച്ച് കയറാൻ. ഗ്രാബ് എന്ന് പറഞ്ഞാൽ പിടിച്ച് കയറാം. അപ്പം പിടിച്ച് കയറാൻ അവർക്കൊരു കയർ എനിക്ക് നീട്ടിക്കൊടുക്കാമായിരുന്നു. പക്ഷേ അറ്റ് ദറ്റ് മൊമെൻറ്റ്, ആ നിമിഷം, എ ജൈജാൻറ്റിക് വേവ് ലിഫ്റ്റഡ് ദ റാഫ്റ്റ്. എ ജൈജാൻറ്റിക് വേവ്, ഒരു ഭീകരമായ തിരമാല, ലിഫ്റ്റഡ്, ഉയർത്തി ദ റാഫ്റ്റ്, ആ ബോട്ടിനെ ഉയർത്തി. ആൻഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ഹ്യൂജ് ക്രസ്റ്റ്, ആ വലിയ തിരമാലയുടെ ടോപ്പിൽ നിന്ന് ഇപ്പോൾ ഐ കുഡ് സീ ദ മാസ്റ്റ് ഓഫ് എ സ്മോൾ ഷിപ്പ്, ഒരു ചെറിയ കപ്പലിൻ്റെ മുകൾ ഭാഗം മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. മാസ്റ്റ് എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്തെ പങ്കായ, അത് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഹെഡിങ് അവേ ഫ്രം മീ, അത് എന്നിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹെഡിങ് അവേ ഫ്രം മീ. when I came down again, ഞാൻ വീണ്ടും തിരിച്ചു വന്നപ്പോൾ, when I came down again, ഞാൻ വീണ്ടും താഴേക്ക് വന്നപ്പോൾ, Carabello had vanished.
Carabello had disappeared. Vanish means disappear. Carabello had vanished. Carabello had disappeared. With Castillo. Castilloയുടെ കൂടെ ഇപ്പോൾ കാരബെല്ലോയും കാണാനില്ല. ഹാങ്ങിങ് ഓൺ ടു ഹിസ് നെക്ക്. കാസ്റ്റിലോ തൻ്റെ കഴുത്തിൽ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കാസ്റ്റിലോയും കാണാനില്ല, കാരബെല്ലോയും കാണാനില്ല. അതേസമയം റഞ്ചിഫോ വാസ് സ്റ്റിൽ സ്വിമ്മിങ്. റഞ്ചിഫോ വാസ് സ്റ്റിൽ സ്വിമ്മിങ്. റഞ്ചിഫോ ഇപ്പോഴിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. കാംലി, വളരെ ശാന്തമായി. എവിടേക്ക്? ടുവേർഡ്സ് ദ റാഫ്റ്റ്. ഈ റാഫ്റ്റിൻ്റെ നേരെ. ടുവേർഡ്സ് ദി റാഫ്റ്റ്. റാഫ്റ്റിൻ്റെ നേരെ ഇങ്ങനെ മെല്ലെ 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 നീന്തിക്കൊണ്ടിരിക്കുകയാണ്. I don't know why I did this absurd thing. I don't know. എനിക്കറിയില്ല. Why I did this absurd thing. ഈ വളരെ മോശപ്പെട്ട കാര്യം ഞാൻ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരാളെയും രക്ഷിക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. ആരുടെ അടുത്തേക്ക് പോകുമെന്ന് കൃത്യമായി എനിക്ക് തീരുമാനിക്കാൻ സാധിച്ചില്ലല്ലോ. ഈ വളരെ മോശപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്ന് എനിക്കറിയില്ല. Knowing I could not move forward. Knowing എനിക്കറിഞ്ഞുകൊണ്ട് തന്നെ I could not move forward. എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്തുകൊണ്ട് ഈ മോശപ്പെട്ട കാര്യം ചെയ്തു എന്ന കാര്യത്തെക്കുറിച്ച് എനിക്കൊരറിവുമില്ല. I put the oar in the water. I put the oar in the water. I put the oar. ഞാൻ ആ കയർ കൊണ്ടേ വെച്ചു. In the water. വെള്ളത്തിൽ കൊണ്ടേ വെച്ചു. As though trying to prevent the raft from moving. എന്തിനു വേണ്ടി? As though trying to prevent. As though trying. ശ്രമിക്കാനെന്ന പോലെ. To prevent. തടയാൻ ശ്രമിക്കാനെന്ന പോലെ. The raft. ഈ ഒരു റാഫ്റ്റിനെ തടയാൻ ശ്രമിക്കാനെന്ന പോലെ ഞാൻ ആ ഓറ് കൊണ്ടുപോയിട്ട് കയർ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ വെച്ചു. ഫ്രം മൂവിങ്. ചലിക്കുന്നതിൽ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കയറെടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ബോട്ട് വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ലല്ലോ എന്ന് ഞാൻ കരുതിപ്പോയി. ട്രൈങ് ടു ആങ്കർ ഇറ്റ് ഇൻ എ പ്ലേസ്. ട്രൈങ് ടു ആങ്കർ. അതിനെ ആങ്കർ ചെയ്യാൻ വേണ്ടി. ഇറ്റ് ഇൻ എ പ്ലേസ്. ഒരു സ്ഥലത്ത് അതിനെ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാൻ, അതിനെ കൊണ്ട് നങ്കൂരമിടാൻ വേണ്ടിയിട്ട് ഞാൻ കയറ് പുറത്തേക്ക് വെച്ചു. റഞ്ചിഫോ. റഞ്ചിഫോ എക്സ്ഹോസ്റ്റഡ്. എക്സ്ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ഊർജങ്ങളും അവസാനിക്കുക എന്നർത്ഥം. എക്സ്ഹോസ്റ്റ്. റഞ്ചിഫോ എക്സ്ഹോസ്റ്റഡ്. തൻ്റെ എല്ലാ ആരോഗ്യവും അവസാനിച്ചുകൊണ്ട്. പോസ്റ്റ് എ മൊമെന്റ്. സ്റ്റോപ്ഡ് എ മൊമെന്റ്. പോസ്റ്റ് മീൻസ് പോസ് ചെയ്യുന്നറിയാലോ അല്ലേ? പോസ്റ്റ് എ മൊമെന്റ്. വളരെ കുറച്ച് നേരത്തേക്ക്, ഒരു നിമിഷത്തേക്ക് അവിടെ നിന്നു. then raised his arm. then എന്നിട്ട് raised his arm. തൻ്റെ കൈ ഉയർത്തി കാണിച്ചു. he had when he held his telephones aloft. he had when his held headphones aloft. തൻ്റെ കയ്യിൽ ആ ഉണ്ടായിരുന്ന ആ ഹെഡ്ഫോൺ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്ന പോലെ ഒരിക്കൽ കൂടെ തൻ്റെ കൈ ഇങ്ങനെ ഉയർത്തി കാണിച്ചു. and shouted again. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഫെറ്റ്സോ റോ ഹിയർ, റോ ഹിയർ. ദാ ഇവിടേക്ക് തുഴഞ്ഞു വാ. ഫെറ്റ്സോ ഇവിടേക്ക് തുഴഞ്ഞു വാ എന്നിങ്ങനെ ഉറക്കനെ ഉറക്കനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. The wind was blowing from his direction. I yelled that I could not row against the wind, that he should make another try, but I felt he had not heard me. നോക്കെ പറഞ്ഞു. The wind was blowing. കാറ്റിങ്ങനെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുകയാണ്. The wind was blowing. Blow means അടിച്ചു വീശ. The wind was blowing from his direction. അയാളുടെ ഭാഗത്ത് നിന്ന് കാറ്റ് അടിച്ചു വീശിക്കൊണ്ടിരിക്കുകയാണ്. I yelled. ഞാൻ തീരുമാനിച്ചു, ഞാൻ വിചാരിച്ചു. I yelled. ഞാൻ വിചാരിച്ചു that I could not row against the wind. ഈ കാറ്റിനെതിരെ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്കൊന്നും ചെയ്യാൻ പറ്റും തോന്നണില്ല. I could not row. ഈ കാറ്റിനെതിരെ തുഴയാൻ കഴിയില്ല. against the wind. ഈ കാറ്റിനെതിരെ എന്ന് എനിക്ക് തോന്നി. അതായത് he should make another try. he should make another try. അയാൾ മറ്റൊരു ശ്രമം നടത്തണം. ആര്? റഞ്ചിഫോ. റഞ്ചിഫോ വരുന്ന ഭാഗത്ത് നിന്ന് കാറ്റടിച്ച് വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാറ്റിനെതിരെ എനിക്ക് തുഴയാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ റഞ്ചിഫോ എന്ത് ചെയ്യണം? he should make another try. മറ്റൊരു ശ്രമം നടത്തണം, വേറെ എന്തെങ്കിലും ചെയ്യണം. പക്ഷേ I felt, എനിക്ക് തോന്നി, he had not heard me. അയാൾ എന്നെ കേട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ എന്നെ കേട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിങ്ങനെ പറയുന്നുണ്ട്, കാറ്റടിച്ച് വീശിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ അയാൾ എന്നെ കേട്ടിട്ടില്ല. Crates of cargo.
ആ കാർഗോയിലുണ്ടായിരുന്ന ലൈഫ് ബോട്ടുകളെല്ലാം ഹാഡ് ഡിസപ്പിയേർഡ്, എല്ലാം കാണാതായി. ക്രൈറ്റ്സ് ഓഫ് കാർഗോ, കാർഗോയിലുണ്ടായിരുന്ന മുഴുവൻ ലൈഫ് ബോട്ടുകളും ഹാഡ് ഡിസപ്പിയേർഡ്, കാണാനില്ല. ആൻഡ് ദ ലൈഫ് റാഫ്റ്റ്, മാത്രമല്ല ലൈഫ് റാഫ്റ്റ്, ലൈഫ് ബോട്ട് വേറെ ഉണ്ട്. അവിടെ ഉണ്ടായിരുന്ന ലൈഫ് ബോട്ടുകളുണ്ട്. ഒരു കപ്പലിൻ്റെ കൂടെ ഒരു 10-15 ബോട്ടുകൾ കൂടെ പോകും. ആ ലൈഫ് ബോട്ട് ഡാൻസ്ഡ് ഫ്രം സൈഡ് ടു സൈഡ്, ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു. ഫ്രം സൈഡ് ടു സൈഡ്, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു. ബാറ്റേർഡ് ബൈ ദ വേവ്സ്, ബാറ്റേർഡ് ബൈ ദ വേവ്സ്, ആ തിരമാലകളിൽ ഇങ്ങനെ ആടിയുലഞ്ഞ് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെയുള്ള ബോട്ടുകൾ. ഇൻ ആൻ ഇൻസ്റ്റന്റ് I was 5 meters away from Rangifo and I had lost sight of him. But he appeared in another spot, still not panicking, ducking underwater to prevent the waves from sweeping him away. I stood up, holding out the oar, hoping Rangifo could get close enough to reach it. But then I could see he was tiring, losing heart. He called to me again, singing, "Fatso, Fatso." In an instant, immediately, വളരെ പെട്ടെന്ന് തന്നെ. In an instant means immediately, വളരെ പെട്ടെന്ന്. In an instant, immediately, വളരെ പെട്ടെന്ന്. I was 5 meters away. I was 5 meters away. ഞാനൊരു 5 മീറ്റർ അകലെയാണ്. I was 5 meters away from Rangifo. റെഞ്ചിഫോയിൽ നിന്ന് ഞാൻ 5 മീറ്റർ അകലെ. നേരത്തെ 3 മീറ്റർ ആയിരുന്നു. ഇപ്പം ഞാൻ റെഞ്ചിഫോയിൽ നിന്ന് 5 മീറ്റർ അകലെയായി. ആൻഡ് ഹാഡ് ലോസ്റ്റ് സൈറ്റ് ഓഫ് ഹിം, ഹാഡ് ലോസ്റ്റ് സൈറ്റ് ഓഫ് ഹിം, അവനെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു, നഷ്ടപ്പെട്ടു. ഹാഡ് ലോസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ കാണാതാവുക. ലോസ്റ്റ് സൈറ്റ്, കാണാതാവുക എന്നർത്ഥം. കാഴ്ച നഷ്ടപ്പെടുക മീൻസ് കാണാതാവുക. ആൻഡ് ഹാഡ് ലോസ്റ്റ് സൈറ്റ് ഓഫ് ഹിം, അയാളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. അയാളെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ച അവിടെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ എനിക്ക് അയാളെ കാണാനില്ല. പക്ഷേ ഹി അപ്പിയർഡ് ഇൻ അനദർ സ്പോട്ട്, അയാൾ വേറൊരു സ്പോട്ടിൽ വന്നു. ഇവിടെ നിന്ന് കാണാതായി ശരി, ബട്ട് ഹി അപ്പിയർഡ് ഇൻ അനദർ സ്പോട്ട്, വേറൊരു സ്പോട്ടിൽ അയാൾ വന്നു, അയാളെ കണ്ടു. സ്റ്റിൽ നോട്ട് പാനിക്കിങ്, ഇപ്പോഴും അയാൾക്ക് ഒരു പേടിയുമില്ല കേട്ടോ. സ്റ്റിൽ നോട്ട് പാനിക്കിങ്, പാനിക് മീൻസ് പേടിക്കുക. സ്റ്റിൽ നോട്ട് പാനിക്കിങ്, പാനിക്ക് ചെയ്യാതെ, പേടിക്കാതെ. ഡക്കിങ് അണ്ടർ വാട്ടർ, ഡക്കിങ് എന്ന് പറഞ്ഞാൽ താറാവിനെ പോലെ ഇങ്ങനെ നീന്തുക. ഡക്കിങ്, താറാവിനെ പോലെ നീന്തുക. അണ്ടർ വാട്ടർ, ഇവിടെ വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ താറാവിനെ പോലെ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് പോകുന്നു. എന്തിനു വേണ്ടി? ടു പ്രിവെന്റ് ദ വേവ്സ്, ഈ തിരമാലകളെ തടയാൻ. ഫ്രം സ്വീപ്പിംഗ് ഹിം എവേ, ഇവനെ സ്വീപ്പിംഗ് ഹിം എവേ, സ്വീപ്പ് അവേ, അകറ്റകറ്റി കൊണ്ടുപോകുക. ഫ്രം സ്വീപ്പിംഗ് ഹിം എവേ, ഇവനെ ഇവരിൽ നിന്ന് അകറ്റകറ്റി കൊണ്ടുപോകുന്നതിൽ നിന്നും ഈ തിരമാലയെ തടയാൻ വേണ്ടി വെള്ളത്തിൻ്റെ ഇടയിൽ ഡക്കിനെ പോലെ താറാവിനെ പോലെ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് പോകുന്നു. ഇപ്പോഴും അവന് പേടിയില്ല. ഐ സ്റ്റുഡ് അപ്പ്, ഞാനങ്ങനെ എഴുന്നേറ്റ് നിന്നു. ഐ സ്റ്റുഡ് അപ്പ്, ഞാൻ എഴുന്നേറ്റ് നിന്നു. ഐ സ്റ്റുഡ് അപ്പ്, ഞാൻ എഴുന്നേറ്റ് നിന്നു. ഹോൾഡിങ് ഔട്ട് ദ ഓർ, ഹോൾഡിങ് ഔട്ട്, നീട്ടിപ്പിടിച്ചുകൊണ്ട്. ദ ഓർ, ഈ കയറിങ്ങനെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിന്നു. ഹോപ്പിംഗ്, വിചാരിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട്. റെഞ്ചിഫോ കുഡ് ഗെറ്റ് ക്ലോസ്, റെഞ്ചിഫോ കുഡ് ഗെറ്റ് ക്ലോസ്, റെഞ്ചിഫോക്ക് ഇങ്ങനെ അടുത്ത് വരാൻ പറ്റും. റെഞ്ചിഫോ കുഡ് ഗെറ്റ് ക്ലോസ്, വളരെ അടുത്ത് വരാൻ പറ്റും. ഇനഫ് ടു റീച്ച് ഇറ്റ്, അതിനെങ്ങനെ പിടിക്കാൻ മാത്രം വളരെ അടുത്തേക്ക് റെഞ്ചിഫോക്ക് വരാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട്. പക്ഷേ then I could see, എനിക്ക് അവനെ കാണാൻ പറ്റി. then I could see, അപ്പോൾ പക്ഷെ എനിക്ക് അവനെ കാണാൻ പറ്റി. he was tiring, he was tired, അയാൾ ക്ഷീണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലോസിങ് ഹാർട്ട്, ഹൃദയ സാന്നിധ്യം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. he called to me again, അയാൾ വീണ്ടും എന്നെ വിളിച്ചു. he called to me again, അയാൾ വീണ്ടും എന്നെ വിളിച്ചു. singing, ഇങ്ങനെ താഴ്ന്ന് പോയിക്കുമ്പോൾ എന്നെ അയാൾ വിളിച്ചു. ഫെറ്റ്സോ, ഫെറ്റ്സോ എന്ന് അയാൾ വീണ്ടും എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. I tried to row, but it was as hopeless as the first time. I made a last try so that Ranjifa could reach the oar, but the raised hand, which a few minutes earlier had been trying to keep the headphones from sinking, sank forever, less than 2 meters from the oar. I tried to row, ഞാൻ തുഴയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. I tried to row,
തുഴയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇറ്റ് വാസ് as hopeless. അത് നിരാശാജനകമായിരുന്നു. ആസ് ദ ഫസ്റ്റ് ടൈം, ആദ്യത്തെ സമയം പോലെ തന്നെ. അത് ഞാൻ ഹരാരയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് തുഴയാൻ ശ്രമിച്ചു. പക്ഷേ ഹരാര ഡിസപ്പിയേർഡ്. എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റിയില്ല. അവിടെ നിന്ന് there was blowing wind against me. എനിക്കെതിരെ ഭയങ്കരമായിട്ട് കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തുഴയാൻ കഴിഞ്ഞില്ല. അതേപോലെ ഇവിടെയും സംഭവിച്ചു. ഐ മെയ്ഡ് എ ലാസ്റ്റ് ട്രൈ. ഞാനൊരു അവസാനത്തെ ശ്രമം നടത്തി നോക്കി. സോ ദാറ്റ് അങ്ങനെയാണെങ്കിൽ റെഞ്ചി ഫോക്ക് റീച്ച് ദ ഓർ, റെഞ്ചി ഫോക്ക് ഈ കയറ് പിടുത്തം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടി ഞാനൊന്ന് തുഴയാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ ദ റൈസ്ഡ് ഹാൻഡ്, ആ ഉയർത്തിപ്പിടിച്ച കൈകളില്ലേ, അത് ആ കൈകൾ എ ഫ്യൂ മിനിറ്റ്സ് ഏർലിയർ, കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് had been trying, അതിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. had been trying, അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. to keep the headphones, ആ ഹെഡ്ഫോൺസുകളെ ഫ്രം സിംഗിങ്, മുങ്ങാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. to keep the headphones from singing, ഈ ഹെഡ്ഫോൺസുകൾ മുങ്ങരുതേ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ കൈകളുണ്ടല്ലോ, അത് sank forever, എന്നേക്കുമായി അത് മുങ്ങിപ്പോയി. less than 2 meters from the oar, ആ കയറിൽ നിന്ന് 2 മീറ്ററിൽ കുറവ് മാത്രമേ അകലുണ്ടായിരുന്നുള്ളൂ. എൻ്റെ തൊട്ടു മുന്നിൽ വെച്ചുകൊണ്ട് അതവിടേക്ക് വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി. ഓക്കെ, റൈറ്റ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്കതിൻ്റെ ബാക്കിയെടുക്കാം. വളരെ ദുരന്തപൂർണമായ ഒരു കഥയാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവുന്നത് വരെ താങ്ക് യു.